ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ്. മോർണിംഗ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് എത്രയ്ക്കുണ്ടാവും? 8:30 6 മണിക്ക് പൂജ നീറ്റു. പിന്നെ മക്കളെ എല്ലാവർക്കും വെച്ചിട്ട് എക്സസൈസ് ചെയ്യാനൊക്കെ നീറ്റിട്ട് ഒരു 6:10 ആയിപ്പോട്ട് പിന്നെ വന്ന് കിടന്നു. 10 മിനിറ്റിൻ്റെ എക്സസൈസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. അപ്പോൾ അതങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തു. ക്ലീനിങ് അല്ല, നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് ഒഴിവാക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞു. ഒതുക്കലും പെറുക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മളൊരു മാറ്റി, ആവശ്യമുള്ള സാധനങ്ങൾ മാറ്റി, എന്നാൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് മാറാതെ തട്ടാൻ ക്ലീനിങ് അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ ചായ കുടിക്കണം. നല്ല വിശക്കുണ്ട്. ഞങ്ങൾ നല്ല രാത്രി കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം ഷവർമ്മ കഴിച്ച് കുടിക്കില്ല. അപ്പോൾ ഞങ്ങൾ ചായക്ക് ഇന്നിപ്പോൾ ബ്രെഡ് ഓംലെറ്റും നേന്ത്രപ്പഴ കട്ടൻ ചായ, ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കണ്ണനായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ 28-ാം തീയതി ആയില്ലേ? 28-ാം തീയതി പിന്നെ അതിനിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് 1 ദിവസത്തിനുള്ളിൽ നിന്ന് വീണ്ടും മൊത്തം ക്ലീൻ ആക്കണം. അപ്പൊ ആദ്യം നമുക്ക് ചായ വയ്ക്കാം. ഓക്കെ, ചായ എനിക്ക് മാത്രം മതി, അത് കുറച്ച് മതി. വെക്കേഷനൊക്കെ ആയിട്ട് നിങ്ങളുടെ ട്രിപ്പ് പോയി? അയ്യോ, ഇതെവിടെ ട്രിപ്പ് പോയ മക്കളെ? ഞങ്ങൾ ഇവിടും പോയിട്ടില്ല. പ്രാവശ്യം പോവില്ല എന്നൊന്നും വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് അവൻ്റെ കാലം മറിയിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം മാറുകയാണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറയണം നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഞാൻ ഈ കർമ്മ പോകുന്നത് വലിയ ട്രിപ്പ് ഒന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് മുന്നേ ഞങ്ങൾ പറയട്ടെ ഞാൻ ഏതായാലും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇനി ചായ ഉണ്ടാക്കി, ചായ കുടിച്ച് ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് ഞാൻ ചിന്തിക്കാൻ വേണ്ടിയിട്ട് കറക്കി എന്തെങ്കിലും മീനോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോ. ക്ലീനിങ്ങിൻ്റെ പരിപാടിയുള്ളതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു തട്ടിപ്പും തിരകിടെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയുന്നത് വല്ലപ്പോഴും ആണ്ടിന് സംക്രാന്തിക്കും ഉണ്ടാക്കാറുള്ളൂ. അത് രാവിലെ ഉണ്ടാക്കില്ല കേട്ടോ. വൈകുന്നേരം വല്ല സ്നാക്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാന്നല്ലാണ്ട് ഇന്നിപ്പോൾ എന്തായാലും ബ്രെഡ് ഓംലെറ്റിലാണ്ട് വെച്ച് ഒതുക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ചായപ്പര ബ്രേക്ക്ഫാസ്റ്റ് കാര്യത്തിന് നിൽക്കുമ്പോഴേക്കും കുറച്ച് നേരം അധികമായിരിക്കും അധികമായിട്ട് വൈകും. കുറച്ച് നേരത്തെ നീക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നീറ്റപ്പാടെ ഞാൻ പറഞ്ഞല്ലോ, ഇത്തിരി അൽക്കുലത്തെ പരിപാടിക്ക് നിന്ന് പോയി. പിന്നെയാണ് എനിക്ക് അയ്യോടാ നമുക്ക് വീഡിയോ എടുത്ത് വെക്കാമെന്നുള്ളൊരു ധാരണയിലെത്തിയത്. ഇനി നമ്മൾ ആഴ്ചയിൽ 2 ലോങ് വീഡിയോ ആണ് ഇടുക. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ 3-4 ഷോർട്സ് വെച്ചിട്ടിടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തായാലും മറക്കരുത് മക്കളെ കാണാൻ വേണ്ടിയിട്ട്. 1-2 ലൈവും ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോൾ ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാലും ചിലരൊന്നും അത് കാണുന്നില്ല. ഫോട്ടോയ്ക്ക് മാത്രം ലൈക്ക് ചെയ്ത് പോകണം. ഞാൻ അതിനകത്ത് കാര്യങ്ങൾ എഴുതുന്നുണ്ട്, അതാരും മൈൻഡ് ആക്കണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച വ്യാഴം ഞായറും നമ്മൾ ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ദിവസമൊക്കെ 2-3-4 ഷോർട്സ് വെച്ച് ഡെയിലി അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. എല്ലാവരും മറക്കരുത് കേട്ടോ. ഞാൻ വീഡിയോ ഇടണില്ല എന്ന് വിചാരിച്ചാൽ ആരും പോകരുത്. ഡെയിലി വീഡിയോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് തിളച്ചപ്പോൾ പഞ്ചസാര ഇട്ടു, ചായപ്പൊടി ഇട്ടു. എനിക്ക് ഇത്തിരി ചായപ്പൊടി മതി. നമ്മുടെ ഇല്ലേ ഈ ഒരു നന്നാരി സർവത്തില്ലേ, നന്നാരി സർവത്തിൻ്റെ ആ ഒരു കളറേ എനിക്ക് കട്ടൻ ചായ പറ്റുള്ളൂ. പാൽ ചായ ആണെങ്കിൽ എനിക്ക് നല്ല സ്ട്രോങ് ചായയും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ചായ ആയി. ഇനി വേഗം ബ്രെഡ് ഓംലെറ്റ് പിന്നെ വലിയ പണിയൊന്നുമില്ല. നമ്മൾ സവാള നുറുക്കി വെച്ചിട്ടുണ്ട്, സവാളയും പച്ചമുളകും കൂടെ. പിന്നെ വേഗം കൊണ്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇവിടെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് ഈ സാധനം. എനിക്കാണെങ്കിൽ വലിയൊരു ഇഷ്ടമല്ല അത് കേട്ടോ. എനിക്ക് തട്ടുകടയിലൊക്കെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ മിക്കതും ഇതന്നെയാണ്. ഉണ്ടാക്കി മടുത്തിട്ടൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഗ്രീൻ പീസ് കുത്തിപ്പൊരി, അതുപോലെ ബീഫ്, അത് ഇത് അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ നിൽക്കാൻ വിചാരിച്ചു. ബ്രെഡ് ഓംലെറ്റ് അല്ല, ബ്രെഡ് ആദ്യം ടോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഓംലെറ്റ് അടിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൂടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഉള്ള ബ്രെഡ് ആദ്യം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ചിലപ്പോൾ എൻ്റെ കരി കേട്ടോ. ഞാൻ അങ്ങോട്ടും കൂടെ എന്തെങ്കിലും ശ്രദ്ധ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, നെയ്യ് ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ അങ്ങനെ തൂവി കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ബട്ടറാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേഗം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കണം. ഇന്നാണെങ്കിൽ ഒരുപാട് തൊന്തരവ് പരിപാടികളാണ്. കണ്ണൻകുട്ടീനായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മെനക്കേടാണ്. ചില സമയങ്ങളിൽ ഡോക്ടർ സർജറിക്കൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മണിക്കൂർ നേരം പോസ്റ്റ് ആവും കേട്ടോ. എന്തായാലും അവിടെ പോയോണ്ട് മുറിക്ക് പകുതി മുക്കാൽ ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ അത് കെട്ടി നടക്കേണ്ടി വന്നിരുന്നു. ഇനിയും കുറേ ദിവസം എനിക്കൊരു കുറവില്ല. ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ ഒരു തറയ്ക്കണ പോലെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേദന ഉണ്ട്, പെയിൻ ഉണ്ട്, കാല് കുത്താൻ പറ്റണില്ല. അതുകൊണ്ട് ഒരുപാട് ദിവസത്തെ ക്ലാസ് മെനക്കേടാണ്. 10ാം ക്ലാസ്സാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ അവനെ എപ്പോഴും പായാരം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നമ്മൾ ഇതിപ്പോൾ അവൻ വേണമെന്ന് വെച്ചിട്ട് ഒരു കുറ്റിയിൽ പോയിട്ട് കുത്തിയിട്ടുണ്ടാക്കണ പരിപാടിയൊന്നും അല്ലല്ലോ. അവനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നടക്കണമെന്നും അവൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല. ആർക്കായാലും അബദ്ധം പറ്റും. നമ്മളാണെങ്കിലും ഇപ്പോൾ വരാനുള്ളത് വഴി തങ്ങില്ല. ഇപ്പോൾ ഞാനാണ് നടന്നു പോകണമെങ്കിൽ എനിക്കും പറ്റാം. അപ്പോൾ അത് കാരണം കളിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അവനെ അന്നത്തെ ദിവസം നല്ല കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞ് വേദനിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അബദ്ധം പറ്റാണ്ടിരിക്കാൻ നമ്മൾ നോക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചാണ്. വീഴും, മുറിയാവും, മുടിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കണം. അമ്മമാർ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഹോസ്പിറ്റൽ കേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കിടക്കണു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ലെവലാണ് എനിക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ ഞാൻ സ്ട്രോങ് ആയി മക്കളെ. മറ്റേതൊക്കെ എനിക്ക് ആദ്യം ബോധം പോകും. ഇവൻ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാവും. അപ്പോൾ ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ കരയെങ്കിൽ കൂടെ കുറേ കൂടെയൊക്കെ ഞാൻ സ്ട്രോങ് ആയി ഒറ്റയ്ക്കാവുമ്പോൾ. നമ്മൾ ഒറ്റയ്ക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആവും കേട്ടോ. മറ്റേത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഇപ്പുറത്ത് ആളുണ്ട്, അല്ലെങ്കിൽ താങ്ങാൻ നമുക്ക് ഇപ്പുറത്തൊരു ചുമലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ നമ്മളങ്ങൾക്ക് തളർച്ച ഇങ്ങനെ തന്നെ വന്നോളും. ഇതിപ്പുറത്ത് ആരും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ സ്ട്രോങ് ആവും. അങ്ങനെയുള്ള ആൾക്കാരില്ലേ, എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ നല്ല ഇഷ്ടമാണ്. മുന്നേക്ക് എനിക്ക് ഭയങ്കര അവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പേടിയില്ലാതെ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിങ്ങനെ പറ്റണമെന്നായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് അതിനൊക്കെ സാധിക്കുന്നുണ്ട്. ദൈവം തമ്പുരാന് ഒരുപാട് നന്ദി. അപ്പോൾ ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ചായക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് കുറച്ച് ദിവസം മുന്നത്തെ വ്ളോഗാണ് കേട്ടോ. കുറേ ദിവസം മുന്നത്തെയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വെക്കേഷൻ കയറിയപ്പോൾ ലോങ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഷോർട്സ് ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളിലും പെട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ദാ ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ടെൻഷനാട്ടോ. ഇനി അത് കുത്തോ കീറുമോ പീച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വൈരെന്ന് പറഞ്ഞു തരില്ല. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചായയോട് കഴിഞ്ഞപ്പോൾ ഞാനാക്കി വേഗം നമുക്ക് ക്ലീനിങ് പരിപാടിയാണ് കഴിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പോകാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു 11:30-12 മണിക്കൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ക്ലീനിങ് പരിപാടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഈ മാറാല തട്ടുന്ന സാധനം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. എന്താ വെച്ചാൽ കനല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കൈവേദന എടുക്കില്ല. അതുപോലെ നമ്മുടെ ഈ ഒരു ഫാനിൻ്റെ ഈ ഒരു ലീഫൊക്കെ ഇല്ലേ, അതൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ജനലില്ലേ, ജനലിൻ്റെ ഇവിടെയൊക്കെ പൊടി വന്നിരിക്കും, നല്ല പൊടിയാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അത് പൊടിയൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നോളും. മുന്നേ നമുക്കുണ്ടായിരുന്നത് ഒരു പൈപ്പിൻ്റെ അവിടെ ഞാൻ ഈ ഓലക്കൊടിയുടെ തലപ്പ് വെക്കും. അത് അടിപൊളിയാണ് കേട്ടോ. വെച്ചാൽ അത് യൂസ് ചെയ്തവർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒരൊറ്റ തുടക്കി ഇങ്ങോട്ട് പോകുന്നോളും ഒക്കെ. പിന്നെ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ. പിന്നെയാണ് ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു ബെഡിൻ്റെ മേലെ ഞാനിങ്ങനെ ഒരു പായ വിരിക്കാൻ കാരണം ബെഡ്ഷീറ്റ് ഞാനത് മാറ്റിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവൻ അവിടെയൊക്കെ പൊടിയായി പോകും. പിന്നെ ഇനി ഒന്നും മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ആ പായ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് കൊടുന്നിട്ടു. അപ്പോൾ പിന്നെ അവിടെ ഒന്നും പൊടിയാവില്ലല്ലോ. പിന്നെ എല്ലായിടത്തും ഒന്ന് ഇത് ന്യൂ ഇയറിൻ്റെ മുന്നത്തെ വ്ളോഗാണ്. ന്യൂ ഇയറിൻ്റെ തലേദിവസത്തെ ആണ് അതോ തലേദിവസത്തെ അങ്ങനെ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തെ മുന്നത്തെയാണ്, ഒരു 8-10 ദിവസം മുന്നത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലായിടും പുതിയൊരു വർഷം ആകുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് എല്ലായിടത്തും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അധികം മാറാലൊന്നും ഉണ്ടായിരുന്നില്ലേ, നമ്മൾ എപ്പോഴും തട്ടണോണ്ട് തന്നെ. പക്ഷേ എനിക്കൊരു സമാധാനക്കേടാണ്. അത് കാരണം അങ്ങോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അരി വാങ്ങി അവിടെ കൊടുത്ത് വെച്ചിട്ടേ ഉള്ളൂ റേഷൻ കടയിൽ നിന്ന്. അതിനി നമ്മൾ പാത്രത്തിൽ കൊണ്ടിടണം. എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരൊറ്റയടിക്ക് എല്ലാം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കഴിയും. അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഇരുന്നുള്ളൂ. ഇത് പിന്നെ തലേദിവസം രാത്രി കൊടുന്ന് വെച്ചതാണ്. പിറ്റേസല്ലേ ആയിട്ടുള്ളൂ. തലേദിവസം രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അരി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അന്നത്തെയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തെ വ്ളോഗാണിത്. ഇനി അത് നമുക്ക് വേഗം പാത്രത്തിൽ കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കണം. പുറത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് മാറാലൊന്നുമില്ലെങ്കിലും എല്ലായിടവും അങ്ങോട്ട് എപ്പോഴും നമ്മുടെ കൈ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് വലിയ അലമ്പായി കിടക്കില്ല. ഇതാ നമ്മുടെ ന്യൂ ഇയറിൻ്റെ മുന്നേയൊക്കെ ഇവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അവിടെ വലിയ സമാധാനം. ഇടയ്ക്കും തലയ്ക്കൊക്കെ പാമ്പിന് ചേരനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ വന്ന് സ്ഥിര താമസാക്കുമോ ഭഗവാനെ അറിഞ്ഞുകൂടാ. അതതിൻ്റെ പാട്ടിൽ പൊക്കോളും, വലിയ സീനൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടിയപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് വല്ല വെളുത്തുള്ളി ചതച്ചതോ പാൽക്കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിന് പൊക്കോളും. അവർക്കും വേണമല്ലോ ജീവിക്കുക. അപ്പോൾ എല്ലായിടും മാറാലയും കാര്യങ്ങളൊക്കെ തട്ടി. ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് കേട്ടോ. ഞാൻ പിന്നെ വെറുതെ എടുത്ത് അങ്ങോട്ട് തൂക്കിയെന്നേ ഉള്ളൂ. ഇനി അരി ഈ പാത്രത്തിലാണ് വയ്ക്കുക. അതിൻ്റെ താഴെ ഞാനൊരു പലക വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ അരി വെക്കുക. നമ്മളെപ്പോഴും അരി കൂന്നെടുക്കണം എന്നാണ് പറയുക. അത്രയും എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ അന്ധവിശ്വാസമാണോ എന്ന് പറഞ്ഞുകൂടാ. എൻ്റെ അമ്മമ്മയ്ക്കുള്ള സമയത്ത് പറയണതാണ്. അരി പാത്രം നമ്മൾ വെറുതെ നിലത്ത് തറയിൽ വെക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഒരു പലക വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വെക്കണം എന്നൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടതിനനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. പണ്ട് നമുക്ക് വലിയൊരു പറഞ്ഞു തരണ കാര്യങ്ങൾ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കുക, അല്ലാത്തത് വിടുക, അത്രയേ ഉള്ളൂ അതിൻ്റെയൊക്കെ കാര്യം. വെച്ചിട്ട് നമ്മൾ അടിച്ചമർത്തപ്പെടണമെന്നോ അല്ലെങ്കിൽ അതന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ ഈ ഒരു കൊള്ളൻ ചെമ്പിൽ നമ്മൾ അരി ആക്കി വെക്കും. ഇത്തിരി ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ വേറൊരു ബക്കറ്റിലാക്കി വെക്കും. എന്നിട്ട് കഴിയുന്നതിനനുസരിച്ച് ഇതിനകത്ത് വെക്കും. നമുക്കൊരു മാസമൊക്കെ അടിപൊളിയായിട്ട് പോകും കേട്ടോ. നമ്മൾ 2-3 പേരല്ലേ ഉള്ളൂ. എന്നാൽ തന്നെ ചില സമയങ്ങളിൽ ചോറൊക്കെ ബാക്കിയാവും. ഞാൻ ചിലപ്പോൾ രാത്രിയിൽ ഫുഡ് കഴിക്കാറില്ല. ഒന്നും ഇങ്ങോട്ട് തടിച്ച് വരുമ്പോൾ ഞാൻ കഴിക്കില്ല. എനിക്ക് വല്ലാണ്ട് തടി കുറയണവും ഇഷ്ടമല്ല, എന്നോരോ ഓവറായിട്ട് തടി കൂടണവും ഇഷ്ടമല്ല. വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിവിടെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. എല്ലാവരും തടി കുറയാനായിരിക്കും ഇഷ്ടം. എനിക്ക് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാവേശമാണ്. അയ്യോ ഞാൻ നല്ലോണം കുറഞ്ഞോ എന്നൊക്കെ വിചാരിക്കും.
ചോദിക്കാം. ചിലർ പറയും നല്ല കുറഞ്ഞൂലോ, തടിയൊക്കെ കുറഞ്ഞൂലോ, എന്താ ചെയ്യണ, ഡയറ്റ് ചെയ്യുന്നുണ്ടോ, എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അങ്ങനെ പറ്റില്ലല്ലോ, എന്നാൽ 2 ഉരുളധികം കഴിക്കണം, ആ ഒരു മൈൻഡാണ് എൻ്റേത് കേട്ടോ. പിന്നെ അരി ആ ഒരു ബക്കറ്റല്ലേ അതിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ചൂലും മോപ്പൊക്കെ തട്ടെങ്കിൽ കൂടെ എനിക്കൊരു സമാധാനത്തിൽ അങ്ങോട്ട് മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അന്നാളെ അങ്ങനെ വെച്ചിട്ട് ഡീപ്പായിട്ട് അവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ 4 മാസമായി വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യമാണ് എല്ലായിടും ഒന്ന് വലിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ എല്ലാം ഫ്രഷ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ അടിച്ച് വാരി എല്ലാം താഴത്തു നിന്നൊക്കെ ഉണ്ട് മാറ്റിയെടുത്ത് വെച്ചു. കണ്ണുകുട്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്, അവനോട് ഞാൻ അങ്ങോട്ട് പോടാ ചെക്കാ, വീഡിയോയിൽ ഇനി കാണും, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എടുക്കുന്നത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് മാറ്റി ഇരുത്തിയിട്ടുണ്ട്. അവനൊറ്റയ്ക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പാടാം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വലയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നോളൂ. അപ്പോൾ പിന്നെ എനിക്കും ഇഷ്ടമാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ഒരാളുണ്ടാകുമ്പോൾ ആ പണി പെട്ടെന്ന് തീരണ പോലെ തോന്നും. ഒറ്റയ്ക്കാവുമ്പോൾ അല്ലേ പിന്നെ ഒരു എക്സ്ട്രാ ഫോണും കൂടെ വേണം. ഇത് നമുക്ക് ആകെ ഒരു ഫോണുണ്ട്, വീഡിയോ എടുക്കാൻ, കോൾ ചെയ്യാൻ, ഈ പറഞ്ഞ പോലെ റീൽസ് കാണാൻ, എല്ലാത്തിനും ഒരു ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ, എല്ലാത്തിനും ഒരു ഫോണേ ഉള്ളൂ. ഒരു ഫോണും കൂടെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ അമ്മയൊക്കെ വിളിക്കുമ്പോഴേ എനിക്ക് ആകെ വിളിക്കാനുള്ളത് അമ്മയാണ്. ഒരു ദിവസം കുറേ പ്രാവശ്യം വിളിക്കും. അമ്മയ്ക്കൊരു സമാധാനക്കേടാ, ഒറ്റയ്ക്കാണ്, പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വേവലാതി ഉണ്ടാവില്ല. നമ്മുടെ അച്ഛനും അമ്മമാർക്കല്ലേ നമ്മളെക്കുറിച്ച് വേവലാതിയും എപ്രാളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അമ്മയുടെ കോൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ അമ്മ കോൾ വിളിക്കുമ്പോൾ എൻ്റെ വീഡിയോ കട്ടായി പോകും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. നമുക്ക് ദൈവം തമ്മിൽ എത്തിച്ചിട്ടൊരു ഒരു ഫോണും കൂടെ വാങ്ങാൻ പറ്റാവുമ്പോൾ എടുക്കാം, അതുവരെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫോണുള്ളതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇതൊക്കെ എന്നാണ് പറയണത്. ചിലപ്പോൾ ഇല്ലടാ വീഡിയോ ഒക്കെ സ്റ്റോറേജ് ഉണ്ടാവില്ല, എന്നിട്ട് അത് അടുത്തത് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുത്ത് വെച്ച വീഡിയോ അടക്കം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി സമയം ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അത് അവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഒരു ഫോണാകുമ്പോൾ അത്രയും വലിയ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും പറയും ഒരു ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. എനിക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ഇരുന്നിട്ട് കാലം നീട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ കണ്ണൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ആരുടെ അടുത്താണ് ഐഫോൺ ഉള്ളത് വെച്ചാൽ അപ്പം ഞാൻ അവരെ വെച്ചിട്ട് അവർ വരുന്നുണ്ടെങ്കിൽ വേഗം ഒരു 4 ഫോട്ടോ ഒക്കെ എടുക്കും. അതാണ് ഐഫോണിലുള്ള ഫോട്ടോസ് എന്ന് പറയണത് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലായിടും അടിച്ച് വാരിയിട്ട് കിച്ചണിൻ്റെ അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് ഞാൻ ഇപ്പോൾ തൊടണില്ല, അത് ലാസ്റ്റ് ഞാൻ ചെയ്തോളാം എന്ന് വിചാരിച്ചു. ഫ്രിഡ്ജും കൂടെ ഇപ്പോൾ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ അലമ്പായിരിക്കും. എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ഓൾറെഡി ഞാൻ വൃത്തിയാക്കി വെച്ചതാണ്, അതുകൊണ്ട് വലിയ അലമ്പില്ല. ഇങ്ങനെ തുടയ്ക്കുമ്പോൾ അല്ലേ ഭയങ്കരമായിട്ടൊരു മനസ്സമാധാനമാണ് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെയാണല്ലോ തുടയ്ക്കുക, നമ്മൾ മുട്ടുകുത്തിയിരുന്ന്. ഇതാണെങ്കിൽ തോർത്ത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. നല്ല വൃത്തിയാണ് കേട്ടോ, തോർത്ത് വെച്ച് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൊടി ഉള്ളത് പോലും കിട്ടും. ഈ മോപ്പ് കൊണ്ട് തുടയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈസിയാണ്, നമ്മുടെ തണ്ടൽ വേദന ഉണ്ടാവില്ല, കുമ്പിടണ്ട, നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇങ്ങനെ ടപ്പ് ചെയ്യുന്നതിനെ കൊണ്ടുപോയി ടപ്പ് ചെയ്യുന്നതിനെ വരാം. ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും എല്ലായിടും നല്ല വൃത്തിയായിട്ടിരുന്നോളും. അപ്പോൾ ഞാൻ എന്താക്കിച്ചാൽ കൈ വെച്ചിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് പഴയ പോലെ തന്നെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. നമ്മുടെ മിക്സിയുടെ ജാറ്, മിക്സി, അരിയുടെ ബക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. എൻ്റെ റിംഗ് ലൈറ്റ് കുറേ ആയി കേട് വന്നിട്ട് 2000 രൂപ 1000 സംതിങ് വേണം. ഇനി റിംഗ് ലൈറ്റ് മാത്രം മതി, ആ ഒരു ഇത് വേണ്ട, എന്താ അതിന് പറയുക, ആ കോല് വേണ്ട, കോലല്ല എന്താ സ്റ്റാൻഡ് വേണ്ട. റിംഗ് ലൈറ്റിന് 1800 2000 രൂപയുടെ ഉള്ളിലാവും. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടെ മേടിക്കണം. ഈ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും, അതുണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ വീഡിയോക്ക് ഇത്തിരി കൂടെ ഒരു ക്ലാരിറ്റി വരണ പോലെയൊക്കെ തോന്നാറുണ്ട്. ഇനിയിപ്പോൾ അത് മേടിക്കണം. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിക്കിടക്കുക. മൊത്തത്തിൽ നമ്മൾ 2026 വാങ്ങാൻ പറ്റട്ടെ അല്ലേ. 2025 ഒക്കെ പൊട്ടി പാളീസായി, 2026 ഈ പാളീസൊക്കെ ഒന്ന് നികത്താൻ പറ്റട്ടെ എനിക്ക് നല്ല എല്ലാവർക്കും കേട്ടോ. നമ്മളൊരു പുതിയ വർഷം തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും നമുക്ക്. ഒരുപാട് സംഭവങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം ഞാൻ അങ്ങനെയൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് നല്ലത് വരട്ടെ എല്ലാവർക്കും, അല്ലെങ്കിൽ വരണ സംഭവങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനുള്ള മനക്കരുത്തും ധൈര്യവും കാര്യങ്ങളും തരട്ടെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ വീരസ്യം മുഴക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ ഡയറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വണ്ണം കുറയ്ക്കുന്നത് അത്ര താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ എല്ലാ ഫുഡും കഴിക്കും. എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കുക്ക് ചെയ്ത് ഞാൻ തന്നെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന ഫുഡുകളായാലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി, എൻ്റെ മക്കളായിക്കോട്ടെ ഞാനായിക്കോട്ടെ, നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എല്ലാവർക്കും ഒരു പുതിയൊരു വർഷം അടിപൊളിയാവട്ടെ. ഇതിപ്പോൾ ന്യൂ ഇയറിൻ്റെ മുന്നേ ആണ്, അതുകൊണ്ട് പിന്നെ ഞാൻ ഹാപ്പി ന്യൂ ഇയർ ഒന്നും പറയണില്ല. ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ, അതുകൊണ്ട് കേട്ടോ. പിന്നെ എല്ലായിടും ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി. ഈ ഒരു കിച്ചൺ ടാബൊക്കെ ഇല്ലേ, ഇവിടെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട്, ആ ഒരു എന്താ പറയുക, ആ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതൊക്കെ വെച്ച് ഉരച്ച് വൃത്തിയാക്കി കഴുകാറുള്ളതാണ്. പിന്നെ ഡെയിലി ഒരു 10-30 പ്രാവശ്യം എൻ്റെ കൈ ഇവിടെ തുടച്ചെത്തും. പൂജിട്ട് പറഞ്ഞ പോലെ തന്നെ ഈ കൈയിനൊരു ഒഴിവില്ലാത്തതുകൊണ്ട് ഇതങ്ങനെ അതുകൊണ്ട് ഒരു വൃത്തിയോടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. മറ്റേത് ഇവിടെ ഞാൻ ചെയ്തു അതുകൊണ്ട് ചെയ്യണില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്കൊരു ഒരു മനസ്സുഖം കിട്ടില്ല. അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. മണി പ്ലാന്റൊക്കെ ഒന്ന് ഒഴിവാക്കി, വെള്ളമൊക്കെ ഒഴിവാക്കി, പുതിയൊരു വെള്ളമൊക്കെ നിറച്ച് അവർക്കൊരു ജീവൻ കൊടുത്തു.
എനിക്കിങ്ങനെ പച്ചപ്പ് കാണുന്നത് നല്ല ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ അവിടെ ഇവിടെയൊക്കെ പച്ച കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് പണം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മണി പ്ലാന്റ് വെച്ചു എന്ന് വെച്ചിട്ട് പണം ഉണ്ടാവുന്നില്ല. നമ്മൾ അധ്വാനിക്കണം, അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടണം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ അതിനനുസരിച്ച് ദൈവം തമ്പുരാൻ നമുക്ക് എപ്പോഴെങ്കിലും, ഇപ്പോൾ പുതിയൊരു സിനിമ ഉണ്ടല്ലോ സർവ്വമായ, അതിൽ നിവിൻ പോളി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾ നിർത്തി പോകരുത്. എത്ര നാണം കെട്ടിട്ടാണെങ്കിലും നമ്മളൊരു സംഭവം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിർത്തരുത്, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് എപ്പോഴെങ്കിലും ദൈവം തമ്പുരാൻ നമുക്കൊരു അതിലൊരു റിസൾട്ട് തരും, അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ. ഇപ്പം ഞാനൊരു യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 1 year ആയി. എനിക്ക് തന്ന ഏണിങ്സും കാര്യങ്ങളും ദൈവം തമ്പുരാൻ സഹായിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അത് 2025 ഫസ്റ്റ് ടൈമൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഫസ്റ്റ് വെച്ചിട്ട് ഒരു 3/4 ഭാഗത്തോളം ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം കൊണ്ടും ഞാനിങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, പൊട്ടിപ്പാളീസായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാനുള്ള സാധനം പോലും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അത്രയും മോശം അവസ്ഥയിലാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല അവസ്ഥയിലൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട്, ഞാൻ എന്നോട് ഒരു 5-6-7 കൊല്ലമായിട്ട് വീട്ടിൽ നിന്ന് പറയാൻ തുടങ്ങിയതായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. സംസാരിക്കാൻ അറിയാം, അത്യാവശ്യം തിരക്കേടില്ലാതെ കുക്ക് ചെയ്യാനറിയാം, ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ എനിക്ക് എന്തോ അതങ്ങോട്ട് തുടങ്ങാൻ സമയമായിട്ടുണ്ടാവില്ല. എന്തിനൊരു സമയമുണ്ട് ദാസാന്ന് പറയണ പോലെ, അത് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഈ പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ട പോലെ എനിക്ക് എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഇപ്പോൾ ദൈവം തമ്പുരാൻ എത്തിച്ചിട്ട് എനിക്കിങ്ങനെ എടുത്തൊരു ശ്വാസമില്ലേ, ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. മറ്റത് അങ്ങനെയല്ല, എനിക്ക് അതൊരു വല്ലാത്തൊരു സമയമായിരുന്നു ആ ഒരു 2025 എന്ന് പറയണത്. പക്ഷേ ദൈവം തമ്പുരാൻ എത്തിച്ചിട്ട് ലാസ്റ്റൊക്കെ വെച്ച് എനിക്കൊരു സമാധാനമായി, സന്തോഷമായി. എന്നാൽ എല്ലാം കൊണ്ട് ഞാൻ ഓക്കെ ആണോ ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. പക്ഷെ നമുക്കൊരു പകുതി ഒരു ജീവൻ കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവില്ലേ, അതിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, പുറത്തിറങ്ങുമ്പോൾ 1-2 പേരെങ്കിലും വന്ന് എന്നോട് കാര്യം സംസാരിക്കുന്നുണ്ട്, സ്നേഹത്തോട് പറയുന്നുണ്ട്, ഓടി വരാറുണ്ട്, ചേച്ചി വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണെന്ന് പറയാറുണ്ട്, നല്ല നല്ല വീഡിയോസാണ് പറയാറുണ്ട്, സൗണ്ട് നല്ല ഇഷ്ടമാണ് പറയാറുണ്ട്, സംസാരം കേൾക്കാൻ നല്ല ഇഷ്ടമാണ് പറയാറുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും പറയാറുണ്ട് സംസാരം കേൾക്കാനും സൗണ്ട് കേൾക്കാനൊക്കെ നല്ല രസമാണ്, ഞങ്ങൾ കാണാറുണ്ട്, എൻ്റെ അമ്മ നിങ്ങളുടെ ഫാനാന്നൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ വന്ന്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അന്നത്തെ ഒരു ദിവസം എന്ന് പറയണത് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയാത്ത അത്ര സന്തോഷമാണ് എനിക്ക് കേട്ടോ. അതുപോലെ അറിഞ്ഞും അറിയാതെയും അവരെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് പുറത്ത് അവർക്ക് ഇങ്ങോട്ടുള്ള സന്തോഷം കൊണ്ട് എനിക്ക് ഗിഫ്റ്റ് അതൊന്നും നിങ്ങൾ പുറത്ത് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ എല്ലാവരും തരാറുണ്ട്. അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള ദൈവം തമ്പുരാൻ എനിക്ക് കനിഞ്ഞു തരുന്ന സംഭവങ്ങളാണ്. ഒരുപാട് വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്, പരിഹാസങ്ങൾ ഏറ്റിട്ടുണ്ട്. അപ്പോൾ 2025 അങ്ങനെ കടന്നുപോയി. ഇപ്പോൾ 2026 ദൈവം തമ്പുരാൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. നമുക്ക് മോശം എന്ന് തോന്നണം, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ആവണം, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് വന്നിട്ട് സംഭവത്തിലേക്ക് തിരിച്ചു പോകാണ്ടിരിക്കുക. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക. നമ്മൾ തിരിച്ചു പറയുമ്പോൾ അത് ഒരൊറ്റ മടിയും കൂടാണ്ട് തിരിച്ച് അങ്ങോട്ടും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. പ്രതികരിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ മറ്റുള്ളവരെല്ലാം ചെയ്തിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മളവിടെ മോശക്കാരാവും, അത് ശരിയാണ്. അവരെന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളതിൽ ചോദിക്കാനും പറയാനും ചെയ്ത് പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അത്രയും മോശക്കാരായി പോകും. അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയേണ്ടടുത്ത് നമ്മൾ തന്നെ പറയണം, വേറെ ഒരാളും വന്ന് പറയാൻ വരില്ല, ഒരു പട്ടിയോളം വരില്ല നമ്മുടെ കാര്യം പറയാൻ വേണ്ടി, നമ്മൾ തന്നെ പറയണം. അപ്പോൾ ഒരാളെയും പേടിക്കേണ്ട. നമ്മൾ ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക, നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള സങ്കടം തരുന്ന സാധനങ്ങൾ അവിടെ കട്ട് ചെയ്ത് മുറിച്ച് മാറ്റുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള വെള്ളങ്ങൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തുളസിയൊക്കെ അല്ലേ കരിഞ്ഞുണങ്ങി വരണുണ്ട്, ഇനി അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് റെഡി ആക്കണം. ഞാനൊക്കെ പറിച്ചെടുത്ത് ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. അവർ ഈ ഒരു മിഷ്യൻ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ ആ കാക്കോട് പറഞ്ഞു നോക്കാം, എന്തൊക്കെ വെട്ടി മാറ്റാനുണ്ട്, തുളസിക്കൊന്നും പറ്റരുതെന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ അങ്ങോട്ട് പറിച്ച് ഇപ്പുറത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വന്നു, ഇനി നമ്മൾ വേഗം കുളിച്ചൊരുങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോവാം. ഇതിൻ്റെ ഇടയിൽ ഒരു 10 പായാരം പറച്ചിൽ കണ്ണൻകുട്ടിയുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പീച്ചോ അവരെന്ത് കുത്തുവോ, സൂചി കൊണ്ട് കുത്തുവോ എന്നൊക്കെ അതിങ്ങനെ കേട്ട് നമ്മൾ തലപ്രാന്താവും. ഇവിടെ എത്തിയ എല്ലാവരും ഭയങ്കര കൂട്ടാണ് കേട്ടോ, എല്ലാവർക്കും വീഡിയോ എടുക്കണത് അറിയാം. പിന്നെ ഭയങ്കര എന്താ പറയുക, ഒരു ചില കുട്ടികൾ മനുഷ്യന്മാർ ഭയങ്കര പോസിറ്റീവ് നമുക്ക് നിറയ്ക്കില്ലേ, അതുപോലെയുള്ള സ്റ്റാഫുകളുണ്ട് ഇവിടെ. സിസ്റ്റർമാരായിക്കോട്ടെ, ഇവരെ കാണുമ്പോഴേക്കും കേട്ടോ അവർക്ക് ഭയങ്കര തമാശ. എന്താ വെച്ചാൽ ഇങ്ങനെ പായാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരും കേൾക്കണതല്ലേ. പിന്നെ ഞാൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കുറേ അപ്പോൾ നോക്കുമ്പോൾ ഡോക്ടർ ഓപ്പറേഷന് പോയിട്ടുണ്ട്. അപ്പോൾ സർജറിക്ക് കയറിയിട്ടുണ്ട്. സർജറി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് നേരമാവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ ആ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചതല്ലേ, ഇത്രയും പണി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തല ചിറ്റാൻ തുടങ്ങി. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി. കണ്ണൻകുട്ടിക്കില്ലേ ഫ്രൂട്ടി മതി എന്ന് പറഞ്ഞു. അവന് പഴംപൊരിയും കാര്യം, അവനില്ലേ ഇത് കഴിയണം എന്നാലേ അവൻ എന്തെങ്കിലും ഇറങ്ങുള്ളൂ, പേടിച്ച് ടെൻഷനായിട്ടിരിക്കുക. ഞാനും പൂച്ചിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി.
അവൾ ഫ്രൂട്ടി മതിയെന്ന് പറഞ്ഞു. ഞാനും പൂജുട്ടിയും കൂടെ പഴംപൊരി എടുത്തു. ഇവിടെ തന്നെ നമ്മുടെ നിസാർ ക്യാൻറ്റീനിൽ തന്നെയാണ് കഴിക്കാൻ വേണ്ടി കയറിയത്. നോക്കുമ്പോൾ ഈ കുപ്പീൻ്റെ ഈ ടോപ്പ് തുറക്കാൻ വേണ്ടി പറ്റണില്ല. ഞാൻ എങ്ങനെ നോക്കിയിട്ടും തുറക്കാൻ പറ്റില്ല. ഇപ്പുറത്തൊരു കാക്ക പറഞ്ഞു, മോളെ അതിൻ്റെ താഴെ തട്ടിയിട്ട് ഇങ്ങനെ കാക്കയൊക്കെ പറഞ്ഞു. നടക്കണില്ല. പൂജുട്ടി അതൊക്കെ കണ്ട് ചിരിച്ച് മല്ലക്ക മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ തന്നെ ഒരു ഇക്കത് തുറന്ന് തന്നു. അവൾക്ക് ചിരി നിൽക്കണില്ല. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കണിടത്തോളം അവൾക്ക് ചിരി വരിക. ഞാൻ ഈ വക പൊട്ടത്തിരക്ക് അവിടെ ഇരുന്ന് കാട്ടണം കണ്ടിട്ട് എന്താണെന്നാവും അവൾക്ക് ഭയങ്കരമായിട്ട് ചിരി വന്ന് തരിപ്പിലൊക്കെ കയറിയിട്ടൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തി. ഡോക്ടർ വിളിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ മക്കളെ ഡോക്ടർ ഒന്ന് പീച്ചപ്പോഴേക്കും അതിനകത്ത് നിന്ന് ഇതാ ഒരു കൊമ്പ് കിട്ടി. ഇതുപോലൊരു കൊമ്പ് അടുത്ത ഒരു 3 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങോട്ട് കിട്ടിയപ്പോൾ കുട്ടിക്ക് പകുതി സമാധാനമായി. പക്ഷേ 3-ാം ദിവസമായപ്പോൾ അവന് നമ്മൾ ഗുരുവായൂർ പോയ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നില്ലേ, അന്ന് അവന് ഇതേപോലൊരു സാധനം ഇറങ്ങി വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ രണ്ടാമത് പീച്ചപ്പോൾ വേറെ ഇതേപോലൊരു കൊമ്പും കൂടെ കിട്ടി. 2 കുറ്റി അതിനകത്തുണ്ടായിരുന്നു. ഫസ്റ്റിൽ കാണിച്ച ഹോസ്പിറ്റലുകാർ അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവർക്കത് കിട്ടിയില്ല. രണ്ടാമത് കാണിച്ചപ്പോൾ ബിനോ ഡോക്ടർ എന്തായാലും അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടും അതിലുണ്ട് എന്നുള്ളത്. സാറുള്ളതുകൊണ്ട് നമ്മൾ നിസാറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് പിന്നെ ഇപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് എത്തിയപ്പോഴാണ് 3-ാമത്തെ പോകലാണ് ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും 2 കുറ്റിയും രണ്ടാമത്തെ കുറ്റിയുടെ അന്ന് തരിപ്പിച്ച് കീറി എല്ലാം ക്ലീൻ ആക്കി എടുത്തു. ഇപ്പോൾ അവന് ഉണക്കമുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ. ഇപ്പോഴല്ല, ഇതിപ്പോൾ കുറച്ച് ദിവസം ആയില്ലോ, ഒരാഴ്ച ആയില്ലോ. ഇപ്പോൾ മുറുക്കി കുറച്ച് ഉണക്കമുണ്ട്, കുഴപ്പമില്ല. കുറ്റിയൊക്കെ പോന്നപ്പോൾ അവൻ ആ സഞ്ചാരം വേദന ഒക്കെ മാറി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 3-3:30 മണിയായി, 3:30-4 മണിയായി. പിന്നെ ഞങ്ങൾ അബുവിൻ്റെ കടയിൽ കയറി ചോറൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അടിപൊളി ഫുഡായിരുന്നേ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് അന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ മത്തിയും ഈ വാങ്ങി ഉണ്ടായിരുന്നില്ലേ. ഇവിടെ ഇപ്പൊ കറണ്ട് ഉണ്ടായിരുന്നില്ലേ. രാവിലെ പോയ കറണ്ട് വന്നത് 5:30-ക്കില്ലേ, 5 മണി 5:30 ആയി. ലൈവ് പോയത് 5:30 കഴിഞ്ഞിട്ടാ. 3% ലൈവ് പോരുന്ന സമയത്ത് ഫോണൊക്കെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചോറായി, ഇതാ മത്തി കറി വെച്ചു, കുറുകുറ ചാറ് വെച്ചിട്ടുണ്ട് കണ്ടോ. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ചെമ്മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. ചെമ്മീൻ നമുക്ക് അന്നത്തെ പോലെ ഒന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പും മുളകും കുരുമുളകും എല്ലാം പുരട്ടിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടായാൽ അത് വറുത്തെടുക്കണം. ഉച്ചയ്ക്ക് നല്ലോണം ഫുഡ് കഴിച്ചോണ്ട് തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മുടെ ആചാര്യ അബുവിൻ്റെ ഹോട്ടലിലെ ഫുഡൊക്കെ നല്ലോണം കഴിച്ച് ഞങ്ങൾ ചായ കുടിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, ചാർജ് ചെയ്യാത്തതുകൊണ്ട്. അങ്ങനെ നമുക്കത് മീൻ വറുത്ത് ഫുഡ് കഴിച്ച് അങ്ങനെ നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മീൻ വറുക്കാം. ഇതെല്ലാവർക്കും ചെമ്മീൻ നല്ല ഇഷ്ടമാണ്. 100 രൂപയുടെ ചെമ്മീനാണ് ഇത് കേട്ടോ. ചിലപ്പോൾ ഞാൻ പകുതി എടുത്ത് വെക്കും, എന്നിട്ട് ഞാൻ എല്ലാ കറിയിൽ ഈ മുരിങ്ങാക്കായൊക്കെ ഇട്ടിട്ടൊരു കറി വറുത്തരച്ച് വെക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും മെനക്കെട്ടില്ല. വറുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒക്കെ ഇട്ടപ്പോഴാണ് ദൈവമേ നാളേക്ക് ഒരു വീട് എടുത്തത്. ഇത് അതിന് മാത്രമൊന്നും ഇല്ല. 100 രൂപയ്ക്ക് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വറക്കാമെന്ന് വിചാരിച്ചു. മത്തി മുളകിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നാളേക്ക് ഉണ്ടാവും. ഈ മത്തി മുളകിട്ടത് ഉണ്ടെങ്കിൽ മതി. പിന്നെ വേറെ എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും ആക്കിയാൽ മതി. പിന്നെ അത്രയും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിച്ചു പറഞ്ഞില്ലേ. അബുവിൻ്റെ ഹോട്ടലിൽ നിന്ന് വളാഞ്ചേരി അടിപൊളി ഫുഡായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ പിന്നെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പഴം ഉണ്ടായിരുന്നു, അതും കൂടെ അവിടെ ഇരുന്ന് കുത്തിക്കയറ്റി. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊക്കെ റെഡിയായി സൂപ്പറായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി വേഗം ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. വീടൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആയപ്പോൾ തന്നെ ഒരു മനസ്സുഖം, ഒരു മനസ്സമാധാനം. പിറ്റേ ദിവസം 31-ാം തീയതിയാണ്, ന്യൂ ഇയർ ആണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രാവശ്യം പുറത്തായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു, കർമ്മയിൽ. പിന്നെ പിള്ളേർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല പഴം കഴിച്ചപ്പോൾ. കണക്കുട്ടിയും പൂജട്ടിയും കൂടെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.